ഇതിൻ്റെ ഒരു സംഭവം മാത്രമാണ്. ഇതിലും വൃത്തികെട്ട ഡിപ്പാർട്ട്മെന്റ് അവിടെ വേറെയുണ്ട്. പ്രോസ്റ്റോഡോണ്ടിക്സ്, അവിടെ ഒരു ഡോക്ടർ എ, പേര് ഞാൻ പറയുന്നില്ല, ഡോക്ടർ എ ഉണ്ട്, ഒരു സൈക്കോ. അവർ ഞാനടക്കമുള്ള എൻ്റെ ബാച്ചിലെ പലരോടും ചെയ്തത് ചില്ലറയല്ല. ആ കോളേജിലെ കുറച്ച് തൊലിവെളുപ്പും ഓവർ സ്മാർട്ട്നസും ഇല്ലാത്ത സകല കുട്ടികളുടെയും അവസ്ഥ ഇതാണ്. ഞാനൊക്കെ പല പ്രാവശ്യം സൂയിസൈഡ് വക്കിലെത്തിയതാണ്. എൻ്റെ പേരൻസിനെ ഓർത്ത് മാത്രം ആണ് ജീവിച്ചിരിക്കുന്നത്. നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറം ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ച് എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഇത് ഇന്നും ഞാനൊന്നും മറക്കില്ല. എൻ്റെ ജീവിതം ഇല്ലാണ്ടാക്കി. ഡെന്റിസ്റ്റ് തന്നെ വെറുപ്പിച്ചു. റാം സാർ ഒന്നുമല്ല അവരുടെ മുന്നിൽ എന്ന് പറഞ്ഞിട്ട് എത്ര മെസ്സേജാണ് വന്നറിയോ രാഖി. അപ്പോൾ ഈ പറയുന്ന റാമിൻ്റെയും, റാം മാത്രമൊന്നുമല്ല, അവിടെ ഈ പറയുന്ന ജാതിവറിയുള്ള കുറച്ച് കറുത്ത നിറമുള്ള കുട്ടികളെ കാണുമ്പോഴേക്കും വല്ലാത്ത അസഹിഷ്ണുതയുള്ള, അല്ലെങ്കിൽ എന്താണ് കറുത്ത നിറമുള്ള കുട്ടികൾ പഠിക്കുന്ന കണ്ടാൽ വല്ലാത്ത അസഹിഷ്ണുതയുള്ള റാം മാത്രമൊന്നുമല്ല, പല ആൾക്കാർ പല ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. അപ്പോൾ ഈ ആപ്പിൻ്റെ പേരിലാക്കിയാൽ, എന്നാൽ കടമെടുത്തതിലെ പേടിയൊടുവിൽ ആത്മഹത്യ എന്നാക്കിയാൽ ഇതൊന്നും പിന്നെ പ്രശ്നമില്ലല്ലോ. റാമിനെ പിടിക്കണ്ടല്ലോ, ബാക്കി ആരെയും പിടിക്കണ്ടല്ലോ. അതിനുള്ള നീക്കമാണത് രാഖി. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ, അതിന് യാതൊരു സംശയമില്ല. കാരണം അത് ആ ഒരു കേസ് ഈ ആപ്പ് പൊങ്ങി വന്നപ്പോഴേ എനിക്ക് സംശയമായി നിർദ്ദേശം എന്താണെന്ന്. അതിനുള്ള പ്രാധാന്യം കൊടുക്കുന്നത് ആപ്പിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്? ഞാൻ രാഖിയോട് രാഖി അന്ന് രാത്രി തന്നെ SP വന്ന് ഫസ്റ്റ് പ്രയോറിറ്റിയിൽ പറഞ്ഞ കാര്യം ആപ്പിന്റെ കാര്യമാണ്. അപ്പൊ തന്നെ ജോർജ് ജോസഫ് സംശയം, എനിക്ക് സംശയമുണ്ട് എന്താണ് ഈ സമയം ആപ്പ് പറയുന്ന കാര്യമെന്ന്. രാഖി, അവരെല്ലാം കൂടെ ആപ്പിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ആദ്യം തൊട്ട് അനുഭവിച്ച ദുഃഖങ്ങളൊന്നും ഇപ്പം ഇല്ല. എല്ലാം കൂടെ ആ ഒരൊറ്റ കാരണത്താലാണ് അവൻ മരിച്ചതെന്നുള്ള രീതിക്കാണ് ഇപ്പം അവർ പറയണത്. അവൻ എല്ലാ ടെൻഷനും കൂടെ കെയർ ചെയ്യണം അവൻ ചെയ്തത്. അത് അല്ലാതെ അവൻ ചെയ്യത്തില്ല, ഒരിക്കലും അവൻ അത് ചെയ്യത്തില്ല. ഇത്രയും ബോൾഡായ എൻ്റെ അനിയൻ ഒരിക്കലും അങ്ങനൊരു സൂയിസൈഡ് ചെയ്യില്ല. അതെങ്ങനെയാണെന്ന് കാണാതിരിക്കാൻ പറ്റുക? ഞാൻ പറയുന്നത് ഈ സിദ്ധാർത്ഥനെ പുഴുത്ത പട്ടിയെന്ന് വിളിച്ചതും അവന്റെ അമ്മ ആശുപത്രിയിൽ കിടക്കുമ്പോൾ അതിനെ കളിയാക്കിയതും അച്ഛൻ്റെ ജോലിയെ കളിയാക്കിയതും പരിഹാസങ്ങളൊക്കെ അത് അവന്റെ മാത്രം പ്രശ്നമായിരുന്നില്ലോ. കുട്ടികൾ പിന്നാലെ ഒന്ന് പറയുകയാണ്. ഇതുപോലെ ടാർഗറ്റ് ചെയ്ത കുട്ടികളെ പല കോളനി ബഗർ എന്ന് വിളിച്ചതുകൊണ്ട് പയ്യനെന്ന് പറയുന്നത് അവനെ ഉപദ്രവിക്കാവുന്നതിന്റെ പരമാവധി ഉപദ്രവിച്ചു എന്നാണ് പറയുന്നത്. ഈ കുട്ടികൾ കള്ളം പറയില്ലല്ലോ. അപ്പോൾ ഈ അധിക്ഷേപങ്ങളൊന്നും അന്വേഷിക്കേണ്ട, ഈ അധ്യാപകരെ പറ്റി ഒന്നും അന്വേഷണം വേണ്ട. ആ കോളേജിൽ ഇങ്ങനെ രാവണൻകോട്ടയെ തുടരും. ആപ്പിൽ തെറ്റി ഈ അന്വേഷണം ഇവിടെ എത്താതെ പോകും. അതെങ്ങനെയാണ് ശരിയാവുക രാഖി? എൻ്റെ അനിയൻ്റെ ഇതിലൊരു ആപ്പിൽ മാത്രം ഒതുക്കും. പക്ഷേ അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ അനിയൻ നേരിട്ടതൊന്നും ഇവർ അന്വേഷിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ള കുട്ടികൾക്കെങ്കിലും നീതി വേണം. എൻ്റെ അനിയൻ നഷ്ടപ്പെട്ട ഞങ്ങൾക്ക്, അവൻ എന്ത് സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് അറിയണം. മറ്റുള്ള കുട്ടികൾക്ക് ഇനി നീതിയും വേണം. ഇനി അങ്ങനെയുള്ളൊരു അധ്യാപകർ അവിടെ പഠിപ്പിക്കരുത്. ഒരിക്കലും പഠിപ്പിക്കാൻ അദ്ദേഹം യോഗ്യനും അല്ല. ഇത്രയൊക്കെ കാട്ടിക്കൂട്ടി അയാൾ ഒരിക്കലും ഒരു യോഗ്യനല്ല അവിടെ പഠിപ്പിക്കാനായിട്ട്. അതെ, റാമിനെ പുറത്താക്കുമെന്ന് കുട്ടികളോട് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് 2009 മുതൽ കാത്തു സൂക്ഷിച്ച് കണ്ണിലെ കൃഷ്ണമണി പോലെ മാനേജ്മെന്റ് കാത്താണ് റാമിനെ. റാമൊന്നുമല്ല, റാമിനേക്കാൾ അതിക്രൂരന്മാർ, നീചന്മാർ അതിലപ്പുറം ആ കോളേജിലുണ്ടെന്ന കുട്ടികൾ തന്നെ പറയുന്നുണ്ട്. നമുക്കത് കാത്തിരുന്ന് കാണാം എന്ത് നടപടി ഉണ്ടാവുന്ന കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.